ചോദ്യം തന്നെയാണല്ലോ. ശരിക്കും നിങ്ങളുടെ ഏജ് എത്രയാ? രണ്ട് ഫാമിലിന്റെ ഭാഗത്ത് എതിർപ്പ് ആർക്കായാലും ഇത്. ഷെമിത, ശരിക്കും ബുദ്ധിമുട്ടായോ? എന്താണ് കമന്റ് ഡിലീറ്റ് ആക്കി കമന്റ് പിന്നെന്താ? നമ്മൾ ഏതൊരാളെ ലൈഫിലും ഉണ്ടാവില്ല പറയാൻ പറ്റിയതും പറ്റാത്തതുമായ കാര്യങ്ങൾ. ഈ പ്രപ്പോസൽ ആദ്യം വെച്ചതാരാ? ചോദ്യം തന്നെയാണല്ലോ. ഓക്കെ, പെട്ടു ഷെമിക്ക് ശരിക്കും പെട്ടിട്ടുണ്ട് ഇതില്. പിന്നെ അല്ലാണ്ട് ഇപ്പോഴാ ശരിക്കും ടെൻഷനിലായിരുന്നു. ശരിക്കും പെട്ടിട്ടുണ്ട്. പറ, ആരാ പ്രപ്പോസൽ ആദ്യം വെച്ചത്? ഷെഫിയ വെച്ച് ആണ്. ഞാന് ഒരു സാധനം വെച്ചോളൂ, വലിയ ഓഫറാന്ന് വെച്ചു മനസ്സിലായി, വലിയ ഓഫറൊന്നും അല്ല എന്നുള്ളത്. ഓക്കെ, പക്ഷെ ഹാപ്പിയാണ് അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്തിരി നേരമുള്ള നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഹാപ്പിയാണ് അങ്ങോട്ടേക്ക്. അപ്പോ അവിടുന്നാണ് ഈ ഒരു ആലോചന വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോ ചേച്ചിയെ മുന്നേ കണ്ടിട്ടുണ്ടോ? ഓ, മുൻപ് കണ്ടിട്ടുണ്ട്. കൂടുതലും കണ്ടില്ല, 1-2 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പ്രപ്പോസൽ വന്നത്. പക്ഷെ കമന്റിലൊക്കെ ഒരുപാട് കമന്റ്സ് ഉണ്ട്. അതിനകത്തൊക്കെ പറയുന്ന എന്താ ഏജ് ഡിഫറൻസ്. ശരിക്കും നിങ്ങളുടെ ഏജ് എത്രയാ? ഇപ്പൊ ഇവിടെ റിവീൽ ചെയ്യണം, ശരിക്കുള്ള ഏജ് എത്രയാ? അത് ഏജ് എന്താ പറയാത്ത അറിയോ? ഞങ്ങളെ സ്റ്റോറി ചെയ്യണമെന്നുണ്ട്, അപ്പൊ പറയാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളുടെ ലവ് സ്റ്റോറി ഒന്നും നിങ്ങൾ പറയാനായിട്ടൊന്നുമില്ല, നിങ്ങളുടെ കണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കത് വിശ്വസിക്കാനേ പറ്റുള്ളൂ ഗൈസ്, അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുകയാണ്. അപ്പോ ഈ ഒരു മാരേജിലേക്ക് വന്നപ്പം ഒരു എതിർപ്പായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എതിർപ്പുണ്ടായിരുന്നു. ആരുടെ ഭാഗത്തായിരുന്നു? രണ്ട് ഫാമിലിന്റെ ഭാഗത്താണ് എതിർപ്പ്. എന്താ പറയാ, രണ്ട് ഫാമിലിന്റെ ഭാഗത്ത് എതിർപ്പ് ആർക്കായാലും ഇത് അംഗീകരിക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങൾ എതിർപ്പ് ഞാൻ പറയാൻ പറ്റുന്നതല്ല. പക്ഷെ എന്നാലും അത് ഒഴിവാകുന്നതാണ് നല്ലത് എന്നുള്ള രണ്ടാൾക്കും ക്ലാസ് തന്നെ എന്നോടും പറഞ്ഞ് അത് വേണ്ട, കുറച്ച് കഴിയുമ്പം ബുദ്ധിമുട്ടാവും എന്നുള്ളത് എനിക്കും പറഞ്ഞു തന്നെ. ഷെഫിന്റെ വീട്ടിൽ നിന്ന് ഷെഫിക്കും പറഞ്ഞെടുത്തു. ഷെമിത, ശരിക്കും ബുദ്ധിമുട്ടായോ? ഇല്ലല്ല, ശരിക്കും ബുദ്ധിമുട്ട് വെച്ചാൽ എല്ലാ ഫാമിലിയിലുള്ള അതല്ലാതെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാ കല്യാണം കഴിച്ചാല് ചിലപ്പോ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ലേ, വേണ്ടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നല്. അത്രേ ഉള്ളൂ. അതിനുള്ള വേറെ സന്തോഷങ്ങൾ വേറെ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു നിങ്ങൾ എടുക്കുന്ന വീഡിയോയിൽ മാത്രമല്ല ഒരു ജീവിതം അല്ലേ, അതിന് പുറമെ ഒരുപാടുണ്ട്. പക്ഷെ അത്രയും ആ വീഡിയോയിൽ കാണുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ ഭയങ്കര എന്താ പറയാ, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊരു മറുപടി ആയിട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? ബാഡ് കമന്റ്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. സ്ഥിരം വായിച്ച് മടുത്തിട്ടുള്ള ഒരു കമന്റ് ഞാനിപ്പോ പറയാണ്. ഇത്തേ കണ്ടു കഴിഞ്ഞാ ഇക്കടെ ഉമ്മയെ പോലെ ഇരിക്കാനുള്ള ഒരു കമന്റ്, അതിനെ കുറിച്ച് ഇപ്പൊ ഇവിടെ പറഞ്ഞോ, ഒരു പറ്റിയൊരു അവസരമാണ്. എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. പറയുന്നവരെന്തൊക്കെ പറഞ്ഞ കട്ട് ചെയ്യണേ എല്ലാരും പറഞ്ഞു എന്താ പറയാ, എന്ത് വേണേലും പറയാം. കാരണം ഇപ്പം അവർക്ക് അതിനൊരു മറുപടി ആയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ ഫസ്റ്റിലൊക്കെ എനിക്ക് ടെൻഷൻ ആവുകയാണ്. ഞാൻ ഈ യൂട്യൂബിലേക്കൊന്നും വരാന്ന് വിചാരിച്ച ഒരാളെ അല്ല. അപ്പാണ് ഷെഫിയും സിസ്റ്ററും കൂടിയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോ പിന്നെ ഓളെ കല്യാണമൊക്കെ ആയപ്പാണ് ഞാൻ വരേണ്ട ഒരു സാഹചര്യം വന്നത്. അപ്പോൾ ഫസ്റ്റ് കമന്റ് ഒക്കെ അങ്ങനെ തന്നെ, ഉമ്മയും മോനും ആണോ, തള്ളക്ക് വേറെ പണിയില്ലേ, തള്ള അങ്ങനെ തന്നെ. അപ്പൊക്കെ ഞാൻ കടുക്കലും കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ, പുറത്തുള്ളവരത് കേട്ട് ഇങ്ങനെ കിടന്നാൽ നമ്മളെ മാർഗല്ലേ, അങ്ങനെ പറഞ്ഞാണ് എങ്ങനെ പൊലിപ്പ ഞാൻ കമന്റ് നോക്കലേ ഇല്ല. ഷെഫിക്ക് എപ്പോഴേലും നോക്കിയിട്ടുണ്ടോ? അത് നോക്കി ഇങ്ങനെ മീൻസ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ഒരു കമന്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടോ? കാണാതിരിക്കാൻ വേണ്ടി ഡിലീറ്റ് ആക്കിയിട്ട് ഏതെങ്കിലും കമന്റ്സ് എപ്പോഴെങ്കിലും ഉണ്ടോ? ആ ഫേസ് കാണും പറയുന്നുണ്ട്. ഓക്കെ, ശരി, പറയണ്ട. അതെന്താന്നറിയോ, ഞാൻ ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കമന്റ് നോക്കാതെ നമുക്ക് റീപ്ലൈ കൊടുക്കേണ്ടി ഉണ്ടാവുമല്ലോ.
അത് കൊടുക്കലുണ്ട്, ഞാൻ നോക്കലില്ല. ചിലതൊക്കെ അങ്ങനെയൊക്കെ പോകും. ഒരുപാട് കമന്റ്സ് വരുന്ന സമയത്തെ അത്രയും ഇങ്ങനെ എന്താ പറയാ, അത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള കുറെ കമന്റ്സ് ഉണ്ടാവുമല്ലോ. മീൻസ് കാണുമ്പോ തന്നെ ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടുള്ള, പറയാൻ പറ്റുമെങ്കിൽ ഒരു കമന്റ് ഒന്ന് പറയാം. ഏറ്റവും കൂടുതൽ എനിക്കൊരു ഇതായിട്ട് ബുദ്ധിമുട്ടായി തോന്നിയ കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോദിച്ചതിനൊന്നുള്ള ഉത്തരം പറയില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മള് പറയലുണ്ട് അല്ലേ, നമ്മൾ ഏതൊരാളെ ലൈഫിലും ഉണ്ടാവല്ലോ പറയാൻ പറ്റിയതും പറ്റാത്തതുമായ കാര്യങ്ങൾ. ഇതാ ജോർജ് കുട്ടിയാണ്. ഞാൻ ജോർജ് കുട്ടിയാണെന്നല്ല, പിന്നെ പറയുമ്പോ വൃത്തിക്ക് പറയാന്ന് വിചാരിച്ച അത്രേ ഉള്ളൂ.